നെക്സ്റ്റ് ടോപ്പിക് ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മെത്തേഡാണ് ഇതിലാകെ ഉള്ളൂ. ഇതിലാകെ രണ്ട് മെത്തേഡാണ് പഠിക്കാനുള്ളൂ. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നേരെ നോക്കിക്കോളൂ. ഇക്വേഷൻ ഓഫ് സർക്കിളിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? ഇക്വേഷൻ ഓഫ് സർക്കിളിൽ സെന്റർ 0 0 വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. സെന്റർ എന്ന് പറയുന്നത് 0 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇക്വേഷൻ ഓഫ് സർക്കിളില് സെന്റർ എന്ന് പറയുന്നത് 0 0 വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 0 0 അല്ലാത്ത വേറെ ഏത് വരികയാണെങ്കിലും ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ട് ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ആദ്യത്തെ ഇക്വേഷൻ എപ്പോൾ അപ്ലൈ ചെയ്യണം? സെന്റർ 0 0 വരുമ്പോ ഈ 0 0 പറയുന്ന വേറെ ഒരു പേരാണ് എന്ത് അറിയോ? ഒറിജിൻ. 0 0 പറയുന്ന വേറെ പേരാണ് എന്ത്? ഒറിജിൻ. രണ്ട് സിറ്റുവേഷനുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏതാണ് രണ്ട് സിറ്റുവേഷൻ? ഒന്ന് 0 0 അല്ലെങ്കിലോ ഒറിജിൻ വന്നാൽ ഈ ഇക്വേഷൻ. 0 0 അല്ലാത്ത വേറെ ഏത് സിറ്റുവേഷൻ വന്നാലും ഈ രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? യെസ്. സോ നേരെ നോക്കിക്കോളൂ. ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാനാണ്. ഇത് ഒറിജിൻ ആണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏത് ഇക്വേഷനാ? ഇക്വേഷൻ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അതെങ്ങനെ ഈ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായത്? ഒറിജിൻ 0 0 ഒറിജിനോ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദെൻ ആറിന്റെ സ്ഥലത്ത് എന്താ കൊടുക്കണ്ടേ? ആറിന്റെ സ്ഥലത്ത് എന്താ കൊടുക്കണ്ടേ? ആറിന്റെ സ്ഥലത്ത് എന്താ കൊടുക്കണ്ടേ? ആറിന്റെ സ്ഥലത്ത് എന്താ കൊടുക്കണ്ടേ? 5. ഇതെങ്ങനെ 25 ആയത്? ക്ലിയർ അല്ലേ? ഇനി നേരെ തിരിച്ചാണ്. ഇതിന്റെ റേഡിയസ് എന്താണ്? ഇവിടെ 25 വരികയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? ഇവിടെ 25 വരികയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? പറയണം. 5. ഇതിന്റെ റൂട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? ആർ സ്ക്വയർ ആണ് 25 വന്നത്. ആർ എത്ര? ഇങ്ങനെ ഇതല്ലേ ഫോർമാറ്റ്? ഇക്വേഷൻ ഇതല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയറിന്റെ പ്ലേസിൽ 25 ആണ്. ആർ എന്താണ്? എത്ര? ആർ സ്ക്വയർ 25 ആണെങ്കിൽ ആർ എന്താണ്? റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ബുദ്ധിമുട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? അടുത്തത് ഇത് മുതലാണ് നേരെ ശ്രദ്ധിക്കേണ്ടത്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് സർക്കിള്. നേരെ പഠിച്ചോളൂ. നേരെ പഠിച്ചോളൂ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. സെന്റർ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തന്നിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് കാണേണ്ടത്? മിഡ് പോയിന്റ് ആണ് കാണേണ്ടത്. മക്കളെ എന്റെ കൂടെ ചെയ്തോളൂ. എന്റെ കൂടെ ചെയ്തോളൂ. ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാല് സെന്റർ കാണുക എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ് കാണേണ്ടത്. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? -2 പറയണം, 4 ആഡ് ചെയ്യണം. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2. ഒന്ന് ചെയ്ത് നോക്ക്. -2 4 ആഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത വൈ പറഞ്ഞ ഏതൊക്കെ വൈകള്? 3 11 ആഡ് ചെയ്യണം. ബൈ 2 ചെയ്യണം. ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞ -2 + 4 ആൻസർ എന്താ? -2 + 4 ആൻസർ എന്താ? 2 അല്ലേ? 2/2. നിങ്ങൾ സ്വന്തം ചെയ്ത 2/2 നിങ്ങൾ സ്വന്തം ചെയ്ത എത്ര ആൻസർ വരിക? 14/2. ആൻസർ എത്ര വരിക മക്കളെ? ആൻസർ എത്ര വരിക എന്നൊന്ന് പറയണ. ആൻസർ ഒന്ന് വേഗം പറയൂ. 17. ബുദ്ധിമുട്ടില്ല. 17 എന്നായിരിക്കും ആൻസർ വരിക. ഇത് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് പാർട്ടിൽ ഇന്ന് ഡിസ്കസ് ചെയ്തതാണ്. 17 എന്നാണ് സെന്റർ എന്നുള്ളത്. സെന്റർ എന്താണോ, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെന്റർ എന്താണോ എഴുതുന്നത് അതിന് നമ്മൾ AB എന്ന് പേര് കൊടുക്കണം.
അതൊരിക്കലും എക്സാമിന് മറക്കരുത്. സെന്റർ എന്താണോ വരുന്നത് അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കണം? സെന്റർ എന്താണോ വരുന്നത് അതിന് എന്ത് പേര് കൊടുക്കണം? AB എന്ന് പേര് കൊടുക്കണം. ഇത് മറന്നു പോകരുത്. സെന്റർ എന്താണോ വരുന്നത് അതിന് എന്ത് പേര് കൊടുക്കണം? AB. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ റേഡിയസ് കാണാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ്. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസും കാണാം, ഏത് ഡിസ്റ്റൻസും കാണാം. നെഗറ്റീവ് ഒന്നും വരാത്ത ഡിസ്റ്റൻസ് കാണലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇതിലെ ഈ യെല്ലോ ഡിസ്റ്റൻസ് കാണണോ, ഈ ബ്രൗൺ ഡിസ്റ്റൻസ് കാണണോ? ഏത് ഡിസ്റ്റൻസും കാണാം. റേഡിയസ് കാണാന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാന്ന് അർത്ഥം. ഈ A മുതൽ O വരെ കണ്ടാലും റേഡിയസ് ആണ്, O മുതൽ B വരെ കണ്ടാലും റേഡിയസ് ആണ്. ഏത് കാണലാ നല്ലത്? ഏത് കാണലാ നല്ലത്? ഈ ബ്രൗൺ കാണലാണോ യെല്ലോ ഡിസ്റ്റൻസ് കാണലാണോ നല്ലത്? ഇതിലിവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. ഏതാ വേണ്ടേ? എന്നാ ഞാന് ഈ ബ്രൗൺ വരുന്ന തന്നെ ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, എന്നാലേ നേരെ പഠിയുള്ളൂ. B എന്ന് പറഞ്ഞാൽ റേഡിയസ് കാണാനാണ്. റേഡിയസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതാ R എന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ? എഴുതിക്കോളൂ R. ഇനി ഒരു റൂട്ട് ഇടുകയാണ് വേണ്ടത്. റൂട്ട് ഇടുക. ഡിസ്റ്റൻസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ കാണണ്ടത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ കാണണ്ടത്? ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. പറഞ്ഞോ. 1ൽ നിന്ന് -2 മൈനസ് ചെയ്താൽ ആൻസർ എന്താ? 1ൽ നിന്ന് മൈനസ് ചെയ്യണം -2. വാട്ട് ഈസ് ആൻസർ? 3. അതിന് സ്ക്വയർ ചെയ്യുന്നു. അടുത്തത് എന്താ? ഇതേപോലെ നിങ്ങളൊന്ന് പറഞ്ഞ. അടുത്ത പറ. 7 - 3 എത്ര? 4. അതിനും സ്ക്വയർ ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എടാ വെരി ഈസി ആണ്. ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എത്ര? 1 സെന്റർ 1 7 അല്ലേ? 7 അല്ലേ? ഇങ്ങനെ 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 നോക്ക്. 1 -2. അങ്ങനെ 2 മൈനസ് ആയി. മനസ്സിലായില്ലേ? 1ന്ന് -2 മൈനസ് ചെയ്യുന്നത് 3. വേഗം ചെയ്ത് നോക്ക്. ആൻസർ എത്ര കിട്ടണത് നോക്ക്. 3 സ്ക്വയർ എത്ര? 3 സ്ക്വയർ എത്ര? 9. 4 സ്ക്വയർ എത്ര? 16. What is the answer? Root 25. What is root 25? What is root 25? 5. ഇനി C ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഏതാണ്? പൊന്നു മക്കളെ, 2 ഇക്വേഷൻ ഓഫ് സർക്കിൾ പഠിച്ചു. ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? അതെങ്ങനെ നിങ്ങൾക്ക് രണ്ടാമത്തെയാണെന്ന് മനസ്സിലായത്? സെന്റർ 0 0 അല്ലെങ്കിൽ രണ്ടാമത്തെ അപ്ലൈ ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെന്റർ 0 0 അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ? നമ്മളൊന്ന് പറഞ്ഞ. x - a whole square plus y - b whole square is equal to r square. അല്ലേ? ഇതിന്റെ കൂടെ ചെയ്താലേ പഠിയുള്ളൂ. വെറുതെ നോക്കിയിരുന്നാൽ പഠിയൂല. x എഴുതുന്നു. a ഞാനിപ്പോ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് a? വാട്ട് ഈസ് a? ഇതാണ് a. ഇതാണ് എയും ബിയും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതാണ് എയും ബിയും, ഇതാണ് എയും ബിയും. അല്ലെ? എ എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്? എ എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്? 1. സോ 1 സ്ക്വയർ. നിങ്ങളൊന്ന് പറഞ്ഞ. ബി എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്? ബി എന്നുള്ളടത്ത് എന്താ എഴുതണ്ട്? 7 സ്ക്വയർ. ആർ സ്ക്വയർ. ആർ സ്ക്വയർ 25. എങ്ങനെ 25 വന്ന്? 5 സ്ക്വയർ. ഇതിലാണ് 5 മാർക്ക്. പബ്ലിക് എക്സാമിൽ 5 മാർക്കാണ്. ഞാനിപ്പോ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണിച്ചു തന്നു. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഇതിന്റെ നേരെ താഴത്തെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങളൊന്ന് പറഞ്ഞ. സ്പീഡിലായിട്ട് പറയുന്നത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട. ഇതാണ് എയും ബിയും. ഇതിന്റെ സെന്റർ എങ്ങനെ കാണുക? നമ്മൾ വേഗം പറഞ്ഞ. സ്പീഡ് പറഞ്ഞ. ഇതിന്റെ സെന്റർ എങ്ങനെ കാണുക? ഏത് രണ്ടെണ്ണം ആഡ് ചെയ്യേണ്ടത്? 0യും പറയണ 0യും 8ഉം. 0യും 8ഉം ആഡ് ചെയ്ത എത്ര? 8. അതിന്റെ പകുതി എത്ര? അതിന്റെ പകുതി എത്ര? പറയണ 4. അടുത്ത വൈആർ ആഡ് ചെയ്യും. 6ഉം 0യും ആഡ് ചെയ്താൽ എത്ര? 6. അതിന്റെ പകുതി എത്ര? 3. സെന്റർ ആണ് എ ക്വസ്റ്റ്യൻ. സെന്ററിന്റെ കുട്ടികൾക്ക് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അടുത്ത റേഡിയസ് കാണാൻ പറഞ്ഞ OA ആണോ OB ആണോ കാണേണ്ടത്?
ഏതും കാണാം. നേരത്തെ ഞാൻ പറഞ്ഞു ഓയ വേണ്ടവർക്ക് ഓയ കാണാം, OB കാണേണ്ടവർക്ക് OB കാണാം. വൈ എല്ലാ റേഡിയസിനോടും ഈക്വൽ ആണ്. സോ ഞാൻ ഏതാ കാണുന്നത് അറിയോ? ഏത് വേണമെങ്കിലും കാണാം. ഞാൻ ഇപ്പൊ ഇവിടെ O എന്ന് എഴുതി. O എന്ന് പറയുന്നത് 4-3 ആണ്. B എന്ന് പറയുന്നത് 8-0 ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് മക്കളെ റേഡിയസ്. ഒന്ന് മൈനസ് ചെയ്തോ. 8 നിന്ന് 4 മൈനസ് ചെയ്താൽ 8 നിന്ന് 4 മൈനസ് ചെയ്താൽ 4. അതിന് സ്ക്വയർ ചെയ്യുന്നു. 0 നിന്ന് 3, 3 0 മൈനസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. 3 0 ആണോ മൈനസ് ചെയ്യേണ്ടത്? 0 3 ആണോ മൈനസ് ചെയ്യേണ്ടത്? 3 0 ആണോ മൈനസ് ചെയ്യേണ്ടത്? 0 3 ആണോ? ഏതും ചെയ്യാം. മൈനസ് ഒന്നും ഇവിടെ പ്രശ്നമല്ല. സോ 3 0 മൈനസ് ചെയ്താൽ 3, അല്ലെങ്കിൽ 0 3 മൈനസ് ചെയ്താൽ -3 വരും. -3 സ്ക്വയർ എഴുതിയാലും മതി. അടുത്ത സ്റ്റെപ്പ് പ്ലസ് ആയിക്കോളും. മനസ്സിലായോ? സോ ഇവിടെ 3 സ്ക്വയർ എന്ന് വരും. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? നമ്മളിപ്പോ ചെയ്തു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്രയാണ്? 16 പ്ലസ് 9. ആൻസർ എന്താ വരിക? √25. റേഡിയസ് എത്ര? 5. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഒന്ന് വേഗം പറഞ്ഞ. ഏത് ഇക്വേഷൻ ആണ്? സെന്റർ 4-3 ആണെങ്കിൽ ഏതാ ഇക്വേഷൻ? x മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് d ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ഇക്വേഷൻ ഏതാണ്? ഓർത്ത് പറഞ്ഞ x മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് d ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് മക്കളെ a, ഇതാണ് b. ഒന്ന് വേഗം പറ, സ്പീഡ് പറയാം. x മൈനസ് 3, x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ക്ലിയർ അല്ലേ? ഡോണ്ട് വറി. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് കേട്ടോ. തരും. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടാണ് ബ്രേക്ക്. നേരെ നോക്കിക്കോ. ഇതിലൊരു ടഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. PYQന്റെ ഭാഗത്താണ് തോന്നുന്നു. PYQന്റെ ഭാഗത്ത് എവിടെ ഒരു ടഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതില് PYQന്റെ ഭാഗത്ത് ഒരു ടഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആണ്. അവിടെ ഒരു ടഫ് ക്വസ്റ്റ്യൻ കൂടി കണ്ടിരുന്നു. അതാ വേഗം ആൻസർ പറഞ്ഞ. സെന്റർ എങ്ങനെയാണ് കാണുക? ഇതിന് സെന്റർ കാണാനാണോ ഡയാമീറ്റർ കാണാനാണോ? ഡയാമീറ്റർ കാണാൻ എന്താ ചെയ്യാ? ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യാ? പ്ലസ് എന്താ ചെയ്യേണ്ട? റൂട്ട് ഇട്ടിട്ട് ചെയ്യാൻ അറിയില്ലേ? വേഗം ചെയ്യലാം. വേഗം കൂടുതൽ ചെയ്യലാം. ഇതിന് ഡയാമീറ്റർ എന്നോ റേഡിയസ് എന്നൊക്കെ പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലെ? ഇതിനെ ഒന്ന് പറഞ്ഞ. ഇത് ABC ആണ് കേട്ടോ. ABC ആണ്. ഇതിൽ എങ്ങനെയാണ് ഡയാമീറ്റർ കാണുക? ഇവിടെ A കൊടുത്തു ഞാൻ, ഇവിടെ ബിയും കൊടുത്തു. A എന്ന് പറഞ്ഞാൽ -3 ആണ്. B എന്ന് പറഞ്ഞാൽ 0 4 ആണ്. നിങ്ങളൊന്ന് വേഗം ഡയാമീറ്റർ കണ്ട. ഞാൻ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഡയാമീറ്റർ നിങ്ങളൊന്ന് വേഗം കണ്ട. ഡയാമീറ്റർ ഒന്ന് വേഗം കണ്ട. -3 0 ആണോ മൈനസ് ചെയ്യേണ്ടത്? 0 -3 ആണോ മൈനസ് ചെയ്യേണ്ടത്? ഏതും ചെയ്യാം. -3 0 മൈനസ് ചെയ്താൽ -3 സ്ക്വയർ. 0 4 മൈനസ് ചെയ്യണോ? 4 0 മൈനസ് ചെയ്യണോ? ഏതും ചെയ്യാം. 0 4 മൈനസ് ചെയ്യാം, 4 0 മൈനസ് ചെയ്യാം. എന്തായാലും 4 സ്ക്വയർ എന്ന് വരും. വേഗം ചെയ്താൽ -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. വേഗം ചെയ്യാം. എത്ര ആൻസർ കിട്ടി? 9. -3 സ്ക്വയർ എത്ര? -3 സ്ക്വയർ എത്ര? 9. 4 സ്ക്വയർ എത്ര? 16. ആൻസർ എത്ര? √25 വരും. 5 വരും. വെയിറ്റ് കേട്ടോ. ഡയാമീറ്റർ അതിനോ ഡയാമീറ്റർ 5 കിട്ടിയില്ലേ? സെന്റർ എങ്ങനെ കാണുക? സെന്റർ കാണാൻ എന്ത് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മിഡ് പോയിന്റ്. എന്താ വേഗം കണ്ടോ? സെന്റർ കാണാൻ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം സെന്റർ കാണാൻ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. നമ്മളിപ്പോ പഠിച്ചിരുന്നു സെന്റർ കാണാൻ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. നമ്മൾ വേഗം ചെയ്ത സെന്റർ കാണാൻ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. വേഗം മിഡ് പോയിന്റ് ആണ്. സെന്റർ കാണാൻ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. നമ്മളിപ്പോ പഠിച്ചു സെന്റർ കാണാൻ കാണേണ്ടത് മിഡ് പോയിന്റ് ആണ്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? നമ്മൾ ഇന്നത്തെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. മിഡ് പോയിന്റ് കിട്ടിയില്ലേ? -3/2 എന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഇട്ടാൽ മതി. ഒന്നും ചെയ്യണ്ട. റെഡി അല്ലേ? സെന്റർ കൊണ്ടുപോയി ഇവിടെ എഴുതി കൊടുക്കണം. സെന്റർ കൊണ്ടുപോയിട്ട് പിക്ചറിൽ എഴുതി കൊടുക്കുക. -3/2 -3/2 2.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? യെസ്. അടുത്തത് എന്ത് കാണാനാണ്? ഡയാമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് എന്തെങ്കിലും? ഡയാമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡയാമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് 5/2 എന്നാ എഴുതുക കേട്ടോ. അറിയാത്തവർ ശ്രദ്ധിച്ചോ, സൈഡിൽ എഴുതി വെച്ചോളൂ. ഡയാമീറ്റർ ഈ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് എഴുതുക. ഡയാമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് 5/2 എന്നാ എഴുതുക കേട്ടോ. ഡയാമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് എന്താ എഴുതുക? 5/2. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. നിങ്ങൾ പറഞ്ഞോ, ഏതുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം? ഏതുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം? ഏതുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം? -3/2. അത് പ്ലസ് ആയി. ഇതെങ്ങനെ പ്ലസ് ആയെന്ന് മനസ്സിലായോ? ഇതെങ്ങനെ പ്ലസ് ആയെന്ന് മനസ്സിലായോ? എങ്ങനെ പ്ലസ് ആയത്? രണ്ട് മൈനസുകൾ കൂടി ചേർന്നപ്പോൾ അത് എന്തായി? പ്ലസ്. ഇവിടെ എങ്ങനെ പ്ലസ് ആയി മനസ്സിലായോ? ഇവിടെ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഏതുള്ളത് വീണ്ടും മൈനസാ. ആ രണ്ട് മൈനസ് എന്ന് പറഞ്ഞ അടുത്ത ലൈന് പറഞ്ഞ ബി എന്നുള്ളടത്ത് എന്താ വരിക? 2. ആർ സ്ക്വയർ എന്നുള്ളടത്ത് എന്താ വരിക? ആർ സ്ക്വയർ എന്നുള്ളടത്ത് എന്താ വരിക? ഇതെങ്ങനെ 25/4 ആയത്? 5/2 അല്ലേ റേഡിയസ്? 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4 അല്ലേ? യെസ്, വെരി സിമ്പിൾ ആണ്. വേഗം പഠിക്കുക.